സ്തോത്രം. ഹാലലൂയ. കർത്താവിൻ്റെ നല്ല വചനം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിനകത്ത് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 10 വചനം ഇങ്ങനെ പറയുന്നു. ജീസസ് റിപ്ലൈഡ്, ഇഫ് യു ഓൺലി ന്യൂ ദ ഗിഫ്റ്റ് ഗോഡ് ഹാസ് ഫോർ യു ആൻഡ് ഹൂ യു ആർ സ്പീക്കിംഗ് ടു, യു വുഡ് ആസ്ക് മീ ആൻഡ് ഐ വുഡ് ഗിവ് യു ലിവിങ് വാട്ടർ. വായിക്കാം, മലയാളത്തിലൊന്ന് വായിച്ച് കേൾക്കാം. യേശു ഇങ്ങനെ പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം. ആമേൻ. ഹല്ലേലൂയ. നീ ആരോടാ നീ സംസാരിക്കുന്നത് എന്ന് നീ അറിഞ്ഞാൽ, ദൈവം നിനക്ക് നൽകാനിരിക്കുന്ന ദാനം എന്തെന്ന് നീ അറിഞ്ഞാൽ, ഹല്ലേലൂയ, നീ ചോദിക്കും, യു വിൽ ആസ്ക് ആൻഡ് ഐ വിൽ ഗിവ്. ഹല്ലേലൂയ എന്നൊന്ന് പറയണം. ഞാൻ ചോദിച്ചാൽ എനിക്ക് കിട്ടും. ഹല്ലേലൂയ. യേശു കർത്താവ് പറയാ, നീ ഒന്ന് ചോദിച്ചാൽ ഞാൻ നിനക്ക് നൽകും. എന്ത് നൽകും? ഐ വുഡ് ഗിവ് യു ലിവിങ് വാട്ടർ. നിനക്ക് ജീവനുള്ള വെള്ളം ഞാൻ നിനക്ക് നൽകും. ഹല്ലേലൂയ. ഈ ജീവനുള്ള വെള്ളം നമ്മൾ സങ്കീർത്തനം 36-ന്റെ 9, Psalm 36 വേഴ്സ് നമ്പർ 9, യേശു കർത്താവിനെ ദൈവത്തിനെ ദാവീദിൻ്റെ സങ്കീർത്തനമായത്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ ദൈവത്തിനോട് പറയുക, ദൈവമേ നീ ജീവൻ്റെ ഉറവിടമാ. Psalm 37 വേഴ്സ് നമ്പർ 9, സങ്കീർത്തനം 36-ന്റെ 9 അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, 8-9 പറയുന്നു, യു ഫീഡ് ദം ഫ്രം ദി അബണ്ടൻസ് ഓഫ് യുവർ ഓൺ ഹൗസ്, ലെറ്റിംഗ് ദം ഡ്രിങ്ക് ഫ്രം യുവർ റിവർ ഓഫ് ഡിലൈറ്റ്സ്. നിന്നിൽ ആനന്ദമുണ്ട്, ആ ആനന്ദത്തിൻ്റെ നദിയിൽ നിന്ന് നീ അവരെ കുടിക്കുവാൻ അനുവദിക്കുന്നു. 9-ാം വാക്യം പറയുന്നു, ഫോർ യു ആർ ദ ഫൗണ്ടൻ ഓഫ് ലൈഫ്. നീ ജീവൻ്റെ നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ എന്ന് പറഞ്ഞ് യേശു ജീവന്റെ ഉറവാണ്. ഹല്ലേലൂയ. അപ്പം ഹി ഈസ് ദ ഫൗണ്ടൻ ഓഫ് ലൈഫ്, ദ ലൈറ്റ് ബൈ വിച്ച് വി സീ. ഫോർ യു ആർ ദ ഫൗണ്ടൻ ഓഫ് ലൈഫ്. കണ്ടോ, നീ ആണ് ജീവന്റെ ഉറവ. അല്ലേ. 8-ാം വാക്യം പറയുന്നു, നീ ആനന്ദത്തിൻ്റെ നദി, ഫ്രം യുവർ റിവർ ഓഫ് ഡിലൈറ്റ്സ്. അല്ലേ. അപ്പോൾ ഒഴുകുന്ന ഒരു നദിയാണ് കർത്താവ്, ജീവൻ്റെ ഉറവയാണ് കർത്താവ്. ജീവൻ്റെ ഉറവയായ നല്ല കർത്താവിനോട്, ഹല്ലേലൂയ, യേശു കർത്താവ് ആ ശമരിയക്കാരി സ്ത്രീയോട് പറയുക, സ്ത്രീയെ, ദൈവം നിനക്ക് ദാനമായിട്ട് നൽകാൻ ഇരിക്കുന്നത് നീ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, നീ ആരോടാ നീ സംസാരിക്കുന്നു എന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ചോദിച്ചേനെ. നീ ചോദിച്ചാൽ ഞാൻ നിനക്ക് നൽകിയേനെ. ഹല്ലേലൂയ. നീ എന്താ ചോദിക്കുന്നേ? എനിക്ക് ജീവൻ്റെ ഉറവയൊന്ന് തുറന്നതാ എന്ന് ചോദിച്ചാൽ ഞാൻ നിനക്ക് ജീവൻ്റെ ഉറവ തുറന്നു തരും. ഹല്ലേലൂയ. നിനക്ക് ജീവൻ നൽകും എന്ന് പറഞ്ഞാൽ ഈ യേശു കർത്താവിൽ നിന്ന് ജീവൻ്റെ ഉറവ കിട്ടിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഒരിക്കലും നീ നിരാശപ്പെട്ടു പോകത്തില്ല, ഒരിക്കലും ഡിപ്രഷനായി പോകത്തില്ല, ഒരിക്കലും സാഹചര്യങ്ങളെ നോക്കി നീ കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. നിൻ്റെ അകത്തുനിന്ന് ജീവൻ പുറപ്പെടും. ആ ജീവൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ യു വിൽ ബി ലൈക്ക് എ സിംഗിങ് ബ്രൂക്ക്. ഹല്ലേലൂയ. പാട്ട് പാടുന്ന ഒഴുകിപ്പോകുന്ന നദിയെ പോലെ ആയിരിക്കും. കർത്താവിന് മഹത്വം. സ്തോത്രം. ആ 13-ാം വാക്യം നോക്കാം. യോഹന്നാൻ സുവിശേഷം 4-ന്റെ 13. യോഹന്നാൻ 4-ന്റെ 13-നകത്ത് വരുമ്പം യേശു കർത്താവ് പറയുക, അപ്പം ഈ സ്ത്രീക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഈ സ്ത്രീ പറഞ്ഞു, നിനക്ക് എങ്ങനെ ഞങ്ങൾക്ക് ഈ വെള്ളം തരാൻ സാധിക്കും? നീ ഞങ്ങളുടെ പൂർവീകരന്മാരെക്കാട്ടിലും വലുതാണോ? ആർ യു മോർ ഇമ്പോർട്ടൻറ്റ്? ആർ യു മോർ ഗ്രേറ്റർ ദാൻ അവർ ആൻസസ്റ്റർ ജേക്കബ്? ഈ കിണർ കുഴിച്ച് യാക്കോബിനെക്കാട്ടിലും ഞങ്ങളുടെ പണ്ട് ഞങ്ങളുടെ മൂത്തപ്പൻ എന്നൊക്കെ പറയുന്ന ഈ യാക്കോബിനെക്കാട്ടിലും വലിയവനാണോ നീ? ഹല്ലേലൂയ. ഈ കിണർ കുഴിച്ച യാക്കോബിനെക്കാട്ടിലും വലിയവനാണോ നീ? നിനക്കെങ്ങനെ വെള്ളം നൽകാൻ പറ്റും? ഇവിടെ ടോട്ടലി കൺഫ്യൂസ്ഡായി. അപ്പം 13-14 വാക്യങ്ങൾക്കകത്ത് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ജീസസ് റിപ്ലൈഡ്, എനി വൺ ഹു ഡ്രിങ്ക്സ് ദിസ് വാട്ടർ വിൽ സൂൺ ബിക്കം തേഴ്സ്റ്റി അഗൈൻ. ഏതാ? ലോകത്തിലുള്ള വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹമുണ്ടാകും. പക്ഷേ
14 വാക്യം പറയാ, ബട്ട് ദോസ് ഹു ഡ്രിങ്ക് ദ വാട്ടർ ഐ ഗിവ് വിൽ നെവർ ബി തേഴ്സ്റ്റി അഗൈൻ. ഇറ്റ് ബിക്കംസ് എ ഫ്രഷ് bubbling spring within them, giving them eternal life എന്ന് വായിക്കാം. 14 വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ ജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അവന് വെള്ളം നൽകിയാൽ അത് നീരുറവയായി തീരും. അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കണം, അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് ഇംഗ്ലീഷിൽ വായിക്കും. ഇറ്റ് ബിക്കംസ് എ ഫ്രഷ് ബബ്ലിംഗ് സ്പ്രിങ് വിതിൻ ദം, ഗിവിങ് ദം ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് കുടിച്ചാൽ, യെരമിയായുടെ 17:13 പറയുന്നു, നീയല്ലോ ജീവൻ്റെ ഉറവ, യു ആർ ദ ഫൗണ്ടൻ ഓഫ് ലിവിങ് വാട്ടർ. ഹല്ലേലൂയ. അപ്പം ജീവൻ്റെ ഉറവയായ കർത്താവിൽ നിന്ന് നമ്മൾ കുടിച്ചാൽ, സ്തോത്രം, ഒരു കെടാത്ത ഉറവ നമ്മളുടെ അകത്ത് കൊണ്ടിട്ട് തരും. പരിശുദ്ധാത്മാവായ ഉറവ അകത്ത് കൊണ്ടിട്ട് തരും. ഈ പരിശുദ്ധാത്മാവായ ഉറവ ഒരുവൻ്റെ അകത്ത് വന്നാൽ അവൻ്റെ അകം കത്തും. ഹല്ലേലൂയ. അവൻ്റെ അകത്തുനിന്ന് ഒരു ഉറവ അങ്ങോട്ട് പൊട്ടും. സ്തോത്രം. ഈ ഉറവ പൊട്ടിയാൽ ഈ ഉറവ പിന്നെ നിൽക്കത്തില്ല. ആർക്കും ഈ ഉറവയെ ഉണക്കിക്കളയാൻ പറ്റത്തില്ല. പിന്നെ ക്ഷീണിച്ചു പോകാൻ സമ്മതിക്കത്തില്ല, തളർന്നു വീഴാൻ പറ്റത്തില്ല, വാടി വീഴാൻ എങ്ങും അനുവദിക്കത്തില്ല. ഈ ഉറവ അകത്തുനിന്ന് പൊട്ടി, ഹല്ലേലൂയ, തിരുവചനം അവിടെ പറയുന്നു, യു വിൽ നെവർ ബി തേഴ്സ്റ്റി അഗൈൻ. നീ ഒരിക്കലും പിന്നെ നീ ദാഹിക്കത്തില്ല. ഇറ്റ് ബിക്കംസ് എ ഫ്രഷ്, അതൊരു ഫ്രഷായിട്ടുള്ള തുള്ളിച്ചാടി പാട്ട് പാടുന്ന ഒരു ബബ്ലിംഗ് സ്പ്രിങ് ആയി, ഹല്ലേലൂയ, അതങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടും. എന്നിട്ട് അതെന്ത് കൊടുക്കും? ഇറ്റ് വിൽ ഗിവ് ദം ഇറ്റേണൽ ലൈഫ്. ഹല്ലേലൂയ. നിൻ്റെ അകത്ത് വീഴുന്ന ഈ ജീവൻ്റെ ഉറവ ഇതങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടിട്ട് നിനക്ക് എപ്പോഴും നിൻ്റെ അകത്ത് പാട്ടും സമാധാനവും സന്തോഷവും, ഹല്ലേലൂയ, അത് മാത്രമല്ല നിൻ്റെ അകത്ത് നിത്യജീവൻ ഉണ്ടായി വരും. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ ഈ നല്ല ആത്മാവ് നമ്മളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, നമ്മൾ ഒരിക്കലും പിന്നെ വാടി തളർന്നു പോകത്തില്ല. ഇന്ന് വിളിച്ചു പറയണം, കർത്താവിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. യേശു കർത്താവിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ടെങ്കിൽ എൻ്റെ ചുറ്റിനും നിൽക്കുന്ന സാഹചര്യങ്ങൾ കണ്ട് ഞാൻ ഭയന്നു പോകത്തില്ല. ഹല്ലേലൂയ. എൻ്റെ അകത്ത് കർത്താവിൻ്റെ ഉറവ അങ്ങോട്ട് തുറന്നാ വിട്ടിരിക്കുന്നത്. ഒരു ഉറവ തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ ഉറവ ഒഴുകും. ആ ഉറവ ഒഴുകുന്ന വഴിയിലെല്ലാം ജീവനുണ്ടാകും. അപ്പം നമുക്ക് ഈ ഉറവയെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഉറവ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഉറവയ്ക്കകത്തുനിന്ന്, ഈ സ്പ്രിങ്ങിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുക. ഈ വെള്ളം ഒഴുകിപ്പോകുമ്പം അത് കല്ലിൻ്റെ മേളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകി 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 അതിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പോകും. ഞങ്ങളുടെ എരുമേലി വീടിൻ്റെ തൊട്ട് താഴെ ഒരു ഉറവ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേനൽക്കാലത്ത് വറ്റത്തില്ല, ഒരിക്കലും വറ്റത്തില്ല. ആ ഉറവ ഒരിക്കലും വറ്റത്തില്ല. അത് മലയുടെ മേളിൽ നിന്നൊക്കെ ഒഴുകി 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 വരുന്ന ഒരു ഉറവയാണ്. ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ അതിനൊരു ചാല് കെട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ഒഴുകി 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 അത് അവിടെ ഒരു തോട്ടിൽ ചെന്നത് വീഴും. പക്ഷേ ഇത് വേനൽക്കാലം വന്നാലും ഇത് മെല്ലെ ശബ്ദമില്ലാതെ ഇതൊഴുകും. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഒക്കെ ഞങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിൽ അവിടെ ചെല്ലുമ്പം മഴയൊന്നുമില്ലാത്ത സമയമാണ്. പക്ഷെ അന്നേരവും ഈ ചാലിനകത്തൂടെ ഈ ഉറവ, ഈ സ്പ്രിങ് ഇതിങ്ങനെ ഒഴുകും. പക്ഷെ അതിന് ശബ്ദമില്ല. അത് മെല്ലെ മെല്ലെ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നാൽ കല്ലിൻ്റെയൊക്കെ മുകളിൽ കൂടെ ഒഴുകിപ്പോകുന്ന ശബ്ദം മെല്ലെ കേൾക്കാൻ പറ്റും. പക്ഷേ മഴക്കാലം വന്നാലോ, മഴക്കാലം വരുമ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് ഇത് ഭയങ്കര ശബ്ദത്തിൽ, ഡ്രെയിൻ പൈപ്പ് തുറന്നു വിട്ടതുപോലെ ഭയങ്കര ശബ്ദത്തിൽ ഇത് ഒഴുകിപ്പോകും. ഇത് ഭയങ്കര എരപ്പോടെ ഒഴുകിപ്പോകും. മഴയൊക്കെ നിന്ന് ഒന്ന് സാവധാനമായി കഴിയുമ്പം ഇതിങ്ങനെ പാട്ടും പാടി ഒഴുകിപ്പോകുന്ന ശബ്ദം കേൾക്കാം. ശരിക്കും ശ്രദ്ധിച്ചാൽ ഇത് പാട്ട് പാടുവാണെന്ന് തോന്നും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, വേനൽക്കാലത്തും ഈ ഉറവ വറ്റിയില്ല. ഹല്ലേലൂയ.
മഴക്കാലത്ത് ഇതിന് വേഗത കൂടി, സ്തോത്രം. പക്ഷേ ഈ ഉറവ വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഉറവിടം, ഇതിൻ്റെ സോഴ്സ് അങ്ങ് മലയുടെ മേളിലാണ്. ആ മലയുടെ മേളിൽ എവിടോ ഒരു റിസർവോയർ കിടപ്പുണ്ട്. എൻ്റെ ഇത്രയും വർഷക്കാലത്തിൽ ആ ഉറവ വറ്റി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവിടെ മമ്മിയോട് ഞാൻ ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു, മോളെ ഞങ്ങളിവിടെ താമസിക്കാൻ വന്നപ്പം തൊട്ട് ഈ ഉറവയുണ്ട് അവിടെ, അതൊരിക്കലും വറ്റി ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എവിടോ കാണാതെ മറഞ്ഞു കിടക്കുന്ന, മലമുകളിൽ കിടക്കുന്ന ഉറവ വറ്റാതെ ഒഴുകി 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 വന്ന്, ഹല്ലേലൂയ, അവിടെ ഒരിക്കലും വറ്റാതെ ഒരു ഉറവ ഒഴുകുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവായ യേശു പറയുന്നു, ഞാനാണ് ജീവൻ്റെ ഉറവ. ഹല്ലേലൂയ. എന്നിൽ നിന്ന് വരുന്ന നദി നിങ്ങളുടെ അകത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ഒരിക്കലും ഈ നദി വറ്റിപ്പോകത്തില്ല. നിങ്ങളുടെ ക്ഷീണപ്പുറം വരുമ്പം ചിലപ്പം നിങ്ങൾക്ക് നിരാശയൊന്ന് തോന്നിയേക്കാം. പക്ഷേ ഈ അകത്ത് കിടക്കുന്ന നദി ഒരിക്കലും വറ്റത്തില്ല. ഇതങ്ങോട്ട് ജീവൻ നിങ്ങൾക്ക് നൽകും. ഇത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകും. നിങ്ങൾക്ക് സന്തോഷം നൽകും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ നദിയെ ഒന്ന് ഇളക്കി, ഹല്ലേലൂയ, ഈ നദിയെ ഒന്ന് കുലുക്കി, സ്തോത്രം, നിരാശപ്പെടുമ്പം ഒരു 2-3 പാട്ടൊക്കെ ഒന്ന് പാടി ഈ നദിയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ ഒന്ന് ചെവി ഒന്ന് ചായ്ച്ചാൽ മതി. ഹല്ലേലൂയ. അകത്തു നീ ഉറവ അങ്ങോട്ട് പൊട്ടും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ തിരുവചനം പറയുന്നു, ഇറ്റ് ബിക്കംസ് എ ഫ്രഷ് ബബ്ലിംഗ് സ്പ്രിംഗ് വിതിൻ ദം. ഹല്ലേലൂയ. ഈ ഉറവ ഒരിക്കലും വറ്റത്തില്ല. ഇതിനകത്തുനിന്നൊരു നദി ഒഴുകും. എന്നൊന്ന് പറഞ്ഞേ, എൻ്റെ അകത്തുനിന്നൊരു നദിയാണ് ഒഴുകുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് വന്നപ്പം യേശു പറഞ്ഞു, ദാഹിക്കുന്നവരുണ്ടോ? അന്ന് എൻ്റെ അടുക്കലേക്ക് വാ. എൻ്റെ അകത്തൊരു വറ്റാത്ത ഉറവയുണ്ട്. ഈ ഉറവയാണ് ഞാൻ നിങ്ങളുടെ അകത്തിട്ട് തന്നിരിക്കുന്നത്. എന്നൊന്ന് പറഞ്ഞ്, യേശുവായ ജീവൻ്റെ ഉറവയാ ഇന്ന് എൻ്റെ അകത്ത് കിടക്കുന്നത്. ഇത് വറ്റത്തില്ല. ഇത് ക്ഷീണിച്ചു പോകത്തില്ല. നിരാശയും പ്രതികൂലമൊക്കെ വരുമ്പോഴും ഇതകത്ത് കിടപ്പുണ്ട്. ഇതിനെ ഞാനൊന്ന് കത്തിച്ചെടുക്കും. ഹല്ലേലൂയ. ഈ ഉറവ ഞാൻ ആ ഉപമ പറഞ്ഞതുപോലെ മലമുകളിൽ നിന്ന് എവിടോ വരുന്ന ഉപമയാ. ഒരു നദിയാ. മഴ ആഞ്ഞു പെയ്യുമ്പോൾ ഈ ഉറവ അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി ഇതങ്ങോട്ട് പാട്ടും പാടി നദിക്കകത്തേക്ക് ചെന്ന് വീഴും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രതിസന്ധിയും വേനൽക്കാലവും വരുമ്പം ഈ ഉറവ വറ്റിപ്പോകത്തില്ല. ഉറവ എന്താന്ന് വെച്ചാൽ ക്രിസ്തുവാണ് അതിൻ്റെ മെയിൻ സോഴ്സ്. ഹല്ലേലൂയ. അവിടുന്ന് നമുക്ക് റിസോഴ്സ് പകർന്നിരിക്കുക. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്തിട്ട്, വചനത്തിനെ നമ്മളുടെ അകത്തിട്ട്, ഹല്ലേലൂയ, ക്ഷീണം തോന്നുമ്പോൾ പരിശുദ്ധാത്മാവിനെ, ഹല്ലേലൂയ, ഒന്ന് നമ്മളുടെ അകത്തൊന്ന് തീ പിടിപ്പിക്കണം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഈ ഉറവ ഒരിക്കലും വറ്റത്തില്ല. നിനക്കൊരിക്കലും ദാഹമുണ്ടാകത്തില്ല. ഇത് നിൻ്റെ അകത്ത് ഇറ്റ് ബിക്കംസ് എ ഫ്രഷ് ബബ്ലിംഗ് സ്പ്രിംഗ്. കണ്ടോ? ഇറ്റ് ഈസ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ദിനം തോറും പുതിയതൊന്ന് പൊങ്ങി വരുന്ന വണ്ണം. ഹല്ലേലൂയ. അതാ നമ്മൾ ക്രിസ്തീയ യാത്രയ്ക്കകത്ത്, ഈ ആത്മീയ യാത്രയ്ക്കകത്ത് നമുക്ക് ഓരോ ദിവസവും പുതിയ ആത്മീയ കൃപാവരങ്ങളും പുതിയ ദർശനങ്ങളും പുതിയ പാട്ടുകളും പുതിയ അത്ഭുതങ്ങളും പുതുതാ. ഹല്ലേലൂയ. കർത്താവ് വേറൊരാൾക്ക് ചെയ്തതുപോലെയല്ല നമ്മളുടെ ജീവിതത്തിനകത്ത് ഒരേ വിഷയത്തിൽ അത്ഭുതം ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് ചെയ്തതുപോലെ അതേപോലെയല്ല, ഇന്നലെ ചെയ്തതുപോലെ അല്ല ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് പ്രവർത്തിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടാണ്. ഇന്നലെ നമുക്ക് മറുപടി തന്നതുപോലല്ല കർത്താവ് ഇന്ന് നമ്മളുടെ ഒരു വിഷയത്തിനകത്ത് മറുപടി തരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രഷ്. ഹല്ലേലൂയ. കർത്താവ് ഓരോ ദിവസവും പുതുക്കിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസത്തെ അന്നന്നത്തെ മഞ്ഞ നമ്മളുടെ അകത്ത് വന്ന് നിറയുമ്പോൾ, സ്തോത്രം, ഈ ഒഴുകുന്ന നദി ഒന്നും കൂടെ ജീവനോടെ, ഒന്നും കൂടെ ശക്തിയോടെ അത് ഒഴുകി വരിക. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾക്കകത്ത് യേശു ഇങ്ങനെ വിളിച്ചു പറയുക. ഹല്ലേലൂയ. അത് പറയുമ്പോൾ ആ വാക്യം പരിശുദ്ധാത്മാവ് അവിടെ യോഹന്നാനെയും കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഭയങ്കര നല്ല രസമാണ്. ഉത്സവത്തിൻ്റെ മഹാദിനം. കണ്ടോ? ദ ക്ലൈമാക്സ് ഓഫ് ദ ഫെസ്റ്റിവൽ. ഹല്ലേലൂയ.
ഹാലിയ ഉത്സവത്തിന്റെ മഹാദിനമായ ദിവസം യേശു കർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, എനിവൺ ഹൂ ഇസ് തേഴ്സ്റ്റി മേ കം ടു മീ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കലേക്ക് വാ. ഇന്ന് ദാഹമുണ്ടോ? യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ മതി. വറ്റാത്ത ഉറവയാ ക്രിസ്തുവിനകത്ത്. അകത്തൊരു ക്ഷീണം തോന്നുന്നുണ്ടോ? അകത്ത് ബലഹീനം തോന്നുന്നുണ്ടോ? അകത്ത് ഭയം വരുന്നുണ്ടോ? നിരാശ വരുന്നുണ്ടോ? വറ്റാത്ത ഉറവയുടെ അടുക്കലേക്ക് ചെന്നാൽ മതി. എനിവൺ ഹൂ ബിലീവ്സ് ഇൻ മീ മേ കം ആൻഡ് ഡ്രിങ്ക്. 38 പറയാ, എന്നെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ എൻ്റെ അരികിൽ വന്നിട്ട് എന്നിൽ നിന്ന് ഒന്ന് കുടിക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഫോർ ദ സ്ക്രിപ്ചേഴ്സ് ഡിക്ലെയർ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടേഴ്സ് വിൽ ഫ്ലോ ഫ്രം ഹിസ് ഹാർട്ട്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ജീവൻ്റെ ഒരു നദി അവൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകും. സ്തോത്രം. ജീവനുള്ളവന് മാത്രമേ ജീവൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള ആ ഉറവയുടെ ഉപമ പറഞ്ഞപ്പം ആ വെള്ളം വരുന്ന എവിടോ മലയുടെ മേളിൽ നിന്നാന്ന് ഞാനിങ്ങനെ കേട്ടു. ആ മലയുടെ അവിടെങ്ങാണ്ട് ഒരു വറ്റാത്ത ഒരു ഉറവയുണ്ട്. അവിടുന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വേനൽക്കാലത്ത് പോലും അവിടെ ഒരു വറ്റാത്ത ഉറവയുണ്ട്. അതിൽ നിന്ന് ഒഴുകി ഒഴുകിയാ വരുന്നത്. അപ്പോൾ ഒരു വറ്റാത്ത ഉറവയാണ് യേശു കർത്താവ്. സ്തോത്രം. ഈ വറ്റാത്ത ഉറവ എൻ്റെ അകത്തേക്ക് ഒഴുകി വന്നാൽ വചനം യോഹന്നാൻ 4:14 പറയുന്നു, അത് ഫ്രഷായിട്ട്, അത് ബബിളി ചെയ്ത്, അത് ഇറ്റേണൽ ലൈഫ് തന്ന്, അതിങ്ങനെ തുള്ളിയും ചാടിയും തുള്ളിയും ചാടിയും എൻ്റെ അകത്തുനിന്ന് ഇത് പുറപ്പെട്ട് അത് എൻ്റെ അകത്ത് മാത്രമല്ല ജീവൻ നൽകുന്നേ, എൻ്റെ ചുറ്റിനുമുള്ളവർക്ക് ജീവൻ നൽകും. ഒരു നദി ഒഴുകി പോകുന്ന വഴിയിലെല്ലാം പച്ചപ്പ. ഒരു ഉറവയെ പൊട്ടി ഒഴുകി പോകുന്നിടത്തെല്ലാം ജീവനുണ്ടാകും. അവിടെ ഉണങ്ങി വരണ്ട് കിടക്കുന്നത് പോലും അത് പുഷ്ടിപ്പെട്ട് അത് പച്ചപ്പായി. ഹല്ലേലൂയ. അവിടെ ഒരു വർധനവ് കാണാൻ സാധിക്കും. എന്നൊന്ന് പറഞ്ഞേ, എൻ്റെ അകത്ത് ജീവൻ്റെ ഉറവ കിടപ്പുണ്ട്. സ്തോത്രം. ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ അകത്ത് കിടക്കുന്ന ജീവൻ്റെ ഉറവ, ഇറ്റ് ഈസ് ഫ്രഷ് ആൻഡ് ഇറ്റ് ഈസ് ബബ്ലിങ്. ഹല്ലേലൂയ. അത് ഫ്രഷ് ആയതും അത് ബബിൾ ചെയ്യുന്നതുമാ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ അകത്ത് കിടക്കുന്ന ജീവൻ്റെ ഉറവ എൻ്റെ ചുറ്റിനും ജീവൻ പകർന്നുകൊണ്ടേയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ അകത്തുനിന്ന് ജീവന പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ അകത്തുനിന്ന് ജീവന പൊട്ടിപ്പുറപ്പെടുന്നെങ്കിൽ ഞാൻ നോക്കിയാൽ ജീവനുണ്ടാകും, ഞാൻ തൊട്ടാൽ ജീവനുണ്ടാകും, ഞാൻ സംസാരിച്ചാൽ ജീവനുണ്ടാകും, ഞാൻ നടന്നാൽ ജീവനുണ്ടാകും. ഹല്ലേലൂയ. എൻ്റെ അകത്തുനിന്ന് ജീവൻ്റെ നദിയ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം കർത്താവെ ഞാൻ പറഞ്ഞയക്കുന്നു. സ്തോത്രം. കർത്താവിൽ നിന്ന് കുടിക്കുന്നവൻ, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കുടിക്കുന്നവൻ, ഹല്ലേലൂയ, ഒരിക്കലും അവൻ ദാഹിക്കത്തില്ല. അവൻ്റെ അകത്ത് ഈ നദി ഫ്രഷായിട്ട് ബബിൾ ചെയ്ത് ഒരു ഉറവയായി തീരും. ഇത് നിത്യജീവൻ പകരും. കർത്താവെ, ഇന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവരുടെ അകത്തേക്ക് ഈ വചനം കയറി ചെന്ന് അകത്തൊരിക്കലും വറ്റാത്ത, ഇനി ഒരിക്കലും അവർ പറയാൻ ഇടയാകാതെ വണ്ണം ഞാൻ ക്ഷീണിച്ചു പോയി, ഞാൻ തളർന്നു പോയി, ഞാൻ നിരാശപ്പെട്ടു പോയി എന്ന് പറയാൻ ഇടയാകാതെ വണ്ണം ഇന്ന് ഈ ജീവൻ്റെ ഉറവ അകത്ത് കത്തി പുറപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കണം. സകല ഡിപ്രഷൻ, സകല വ്യാധികളും, സകല വേദനകളും, സകല സങ്കടങ്ങളും നിരാശകളും ഇന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. മുറിവേറ്റ ഹൃദയങ്ങൾ, ആ മുറിവ് സൗഖ്യമാകട്ടെ. രണ്ടായി ചിലത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദർ ഇസ് എ ബ്രോക്കൻ ഹാർട്ട്. ഹല്ലേലൂയ. ഹൃദയം ഇങ്ങനെ പൊട്ടിപ്പോയ വണ്ണം ഇന്ന് ആരോ കേൾക്കുന്നുണ്ട്. കർത്താവെ, ആ ബ്രോക്കൺ ഹാർട്ടിനെ അങ്ങ് ഹീൽ ചെയ്യുന്നതിനായി സ്തോത്രം. ജീവൻ്റെ ഉറവിടം അകത്തുനിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ജീവൻ പകരുന്നതിനായി സ്തോത്രം. കർത്താവ് സഹായിക്കണം. ഇറ്റേണൽ ലൈഫ്, ഇത് ഇറ്റേണിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ അകത്ത് പൊട്ടിപ്പുറപ്പെടുന്ന ഈ ജീവൻ നമ്മളെ ഓരോരുത്തരെയും കൊണ്ടെത്തിക്കുന്നത് നിത്യതയില. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ ജീവൻ അകത്ത് വീണാൽ പിന്നെ പ്രയാസപ്പെടേണ്ട. കർത്താവ് ഉത്തരവാദിത്തമുണ്ട് നമ്മളെ നിത്യതയ്ക്കകത്തേക്ക് എത്തിക്കാൻ. ഈ അകത്ത് വീണിരിക്കുന്ന വിത്ത്
നിത്യജീവൻ്റെ വിത്ത്. അകത്ത് വന്നിരിക്കുന്ന ഉറവിടം നിത്യജീവൻ്റെ ഉറവിടമാണ്. ഹാലി, അത് വറ്റിപ്പോകത്തില്ല, തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. നമ്മളെ തളർച്ചയിൽ നിന്ന് ബലപ്പെടുത്തുന്നതാണ്. നമ്മൾ ക്ഷീണിച്ച് വീണെടുത്തു നിന്ന് നമ്മളെ കോരിയെടുക്കുന്നതാണ്, നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ഹാലിയ, കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.